അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് റിയാസ് ഖാൻ ഇതാ ഒപ്പം വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറയ്ക്കാൻ വന്നപ്പോൾ അങ്ങനെ പിടിച്ചിരുത്തിയതാണ്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റിയാസ് ഖാൻ വരില്ല എന്നൊക്കെ. റിയാസ് ഖാൻ അധികം വീഡിയോയിൽ വരില്ല കേട്ടോ. അന്ന് ഞാനിപ്പോൾ ഇത്തിരി നേരം ഒന്ന് നോക്കണ കൂടി ഇല്ല പറയുക ആരാ പറഞ്ഞ റിയാസ്ക ചെറുക്കണേ ഇല്ല. റിയാസ്കാക്ക് ഫാനൊക്കെ ഉണ്ട്, ആൾക്കാർ കുറേ ഉണ്ട്. പക്ഷെ റിയാസ്കാക്ക് അതിനൊന്നും സമയമില്ല. മക്കളെ നോക്കണ വെപ്രാളത്തിലാണ്. ഒരു വണ്ടി ഉണ്ട്, ആ വണ്ടി ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പെട്ടെന്ന് വീടാവാൻ നിങ്ങളൊക്കെ എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് ഞാൻ റിയാസ് ഖാനെയും കൊണ്ട് വന്നതാട്ടോ വീഡിയോയിൽ. റിയാസ് ഖാൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റിയാസ് ഖാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാവോ അതൊക്കെ തീരുകയെന്നറിയില്ല. ഇരിക്കാനിപ്പോൾ മെയിനായിട്ട് ഇരിക്കാനൊരു ചാള വേണം. എനിക്ക് എൻ്റെ ആൾക്കാരും ഇല്ല സഹായിക്കാൻ, റിയാസ് ഖാൻ്റെ ആൾക്കാരും ഇല്ല സഹായിക്കാൻ. എൻ്റെ ആങ്ങള മണ്ണാർക്കാട് സെറ്റിലാണ്, ഭാര്യൻ്റെ അവിടെ ആ ഭാഗത്ത്. പിന്നെ ഉമ്മ എൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ റിയാസ് ഖാക്ക് ഉമ്മ ഉണ്ട്, ഇപ്പം ഇല്ല. അപ്പോൾ റിയാസ് ഖാനെ സഹായിക്കാനും ആരുമില്ല. ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് ആരുമില്ല. നമ്മളിരിക്കുന്ന കാലം വരെ മക്കളെ നമുക്ക് നോക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ആര് നോക്കും? അവർ തമ്മിലുള്ള കൂടപ്പറപ്പുകൾ തമ്മിൽ നോക്കിയെന്ന് പറയാം. പിന്നെ ഉപരി നമ്മുടെ ഫാത്തിമക്കുട്ടിനെ നോക്കണമെങ്കിൽ ഇപ്പോഴേ ആരും ഒന്നും തിരിഞ്ഞ് നോക്കണില്ല. പിന്നെ നമ്മളും കൂടി ഇല്ലാണ്ടായി ആര് നോക്കും? അപ്പോൾ അവളുടെ കൂടപ്പിറപ്പുകൾ അവളെ മരിക്കണവരെ നോക്കിയാൽ മതി എന്നാണ്. പോകാൻ പറ്റേ തിരക്ക് കൂട്ടുന്നുണ്ട പോണം പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ മക്കളെ. ഇപ്പോൾ സമയം ഒരുപാട് ഇവിടെ ക്ലിയർ ഇല്ലാത്ത പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ റിയാസ് കഥ പോകാൻ വേണ്ടി നിൽക്കുകയാണ്, തിരക്കൂട്ട്. അപ്പം ഞാനിന്ന് അധികം രാവിലെ ചോറ് വെച്ചു. റിഞ്ചിമോൾക്ക് ഉള്ളി വാട്ടിയ ഇഷ്ടം, അവൾക്ക് അതുണ്ടാക്കി കൊടുത്ത്, ചോറും ചുടുവെള്ളമൊക്കെ ആക്കി കൊടുത്ത്, പിന്നെ കുട്ടികൾക്ക് രണ്ടാൾക്കും സ്നാക്സും ഒക്കെ കൊടുത്ത്. ഫാത്തിമക്കുട്ടിക്കും ഞാൻ രാവിലെ ചോറിനെ കേട്ടോ കൊടുക്കുക. ഇപ്പം ഞാൻ രണ്ട് കത്തിരിക്ക ഒരു സവാളയൊക്കെ ഇട്ടിട്ട് കുറച്ച് കത്തിരിക്കക്കറി പോലെ വെച്ച് പുളി ഒഴിച്ചിട്ട് ലേശം തേങ്ങയും കറിയായിട്ടൊന്നുമില്ല, കത്തിരിക്കയും പുളിയും ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു ഉണക്കമീൻ കറി പോലെ. മീനില്ല, വെറും മീനിൻ്റെ പകരം കത്തിരിക്ക ഇട്ടിട്ട് കറി വെച്ചു. പിന്നെ ഇനി തുണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തുണി ഉണങ്ങാനിടാനും നേരം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഇനി ഒന്ന് ഇടണം. അപ്പം ഇനിയിപ്പോൾ ഫാത്തിമാനെ വിളിക്കാൻ പോകാൻ സമയമായി. അപ്പം ഞാൻ അവളെ പോയി വിളിച്ചിട്ട് വരുന്നത്. അപ്പോൾ റിയാസ്ക്ക് അവിടെ എന്താ കാട്ടണം നോക്കാം. അത് വന്ന് അടക്കുക കേട്ടോ, അതിൽ കൂടെ എന്തെങ്കിലും വന്നാലും അറിയില്ല. അപ്പോൾ കണ്ടില്ലേ വീടിൻ്റെ എലികളുടെ പണിയാട്ടോ അതൊക്കെ. എലിപ്പെട്ടിയിൽ കുറേ പിടിച്ചു, പിന്നെ എലിപ്പെട്ടി കേട് വന്നു പോയി. അപ്പം ഞാനിതാട്ടോ കുറച്ച് കത്തിരിക്കക്കറി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എലികളുടെ പണിയാട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് ഈ പലകയൊക്കെ അതിനാട്ടോ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ പൊട്ട ജനലായതുകൊണ്ട് ഇങ്ങനെ ചാടി വരും, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എലി വരും. അപ്പോൾ ഈ കമ്പി ഇതൊക്കെ ഇങ്ങനെ റിയാസ്ക്ക് സെറ്റപ്പ് ആക്കിയതാട്ടോ വരാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ കണ്ടില്ല, ഇതിൽ കൂടെ ഒക്കെ വന്നിട്ട് ഓരോന്നും ചെയ്യും. പിന്നെ എലി വരുന്ന ഒരു ഓട്ടാക്കിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുപ്പി വെച്ച് അടച്ചിരിക്കും. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ എലി. എങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതൊക്കെ എപ്പോഴാണ് പൊളിഞ്ഞു വീഴാന്ന് അറിയില്ല, പഠിച്ചോൻ കാക്കട്ടെ. പിന്നെ എൻ്റെ വാഷിംഗ് മെഷീനൊക്കെ കേട് വരുത്തി എലി വന്നിട്ട്. നമുക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ വാഷിംഗ് മെഷീനൊക്കെ പീസായിപ്പോയി. ഇതുകൊണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ മൊത്തം എലിക്കാട്ടോളൂ കേട്ടോ. അത് മൊത്തം ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് ഇത് ഞാൻ അപ്പം നേരാക്കിയതാണ്. കണ്ട മൊത്തം എലി വന്ന് നാശമാക്കി പോയി. ഇപ്പം നമുക്ക് പുതിയത് വാങ്ങിച്ചാലും വെക്കാൻ പറ്റില്ല, കാരണം അവർ വന്ന് ഇനിയും അത് കടിച്ച് പൊട്ടിക്കും. അപ്പം നമ്മൾ ഫാത്തുക്കുട്ടിനെ വിളിക്കാൻ പോകും കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ ആ വള്ളി ഉണ്ടല്ലോ, അവിടെ നിന്ന് കുറേ കോവക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തെങ്കിലും വറുക്കുക എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ പപ്പടം പൊരിച്ചിട്ട് കത്തിരിക്ക കറി വെച്ചു. റിയാസ്ക്ക് പോയി കേട്ടോ. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഇന്ന് ഞാൻ വീഡിയോസും ശരിക്കും എടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ റിയാസ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. എന്നെയും കാത്ത് നിൽക്കാം. 2 മണിയായി. എത്രയും പെട്ടെന്ന് തന്നെ ഒരു വീടാവാനാണ് ഒരാഗ്രഹം എനിക്ക്. കുഞ്ഞുനാൾ മുതലേ വീടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, വീട് എന്ന് പറയുമ്പോൾ അതൊരു മോഹമാണ്. നല്ല അടുക്കളയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീട് കിട്ടണം എന്ന് ഇപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യാം കേട്ടോ, നല്ലൊരു വീടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്.